അനുദിന വിശുദ്ധർ ഫെബ്രുവരി 28 വിശുദ്ധ ഓസ്വാൾഡ്. കാന്റർബറി മെത്രാപ്പോലിത്തായിരുന്ന വിശുദ്ധ ഓഡോയുടെ അനന്തരവനായിരുന്നു ഓസ്വാൾഡ്. അദ്ദേഹം വൈദികനായതിനു ശേഷം ഫ്രാൻസിലെ ഫ്ലൂറിയിൽ ചെന്ന് സന്യാസ വസ്ത്രം സ്വീകരിച്ചു. അഗാധമായ ഈശ്വരഭക്തിയും അനന്യസാധാരണമായ ജീവകാരുണ്യ പ്രവൃത്തികളും നിമിത്തം ഓസ്വാൾഡ് കാന്റർബറിയിലെ പുതിയ മെത്രാപ്പോലിത്ത ആയ വിശുദ്ധ ഡൺസന്റെ ശ്രദ്ധ ആകർഷിക്കുകയും അദ്ദേഹത്തിന്റെ ശുപാർശ അനുസരിച്ച് വിശുദ്ധനെ വൂൾസെസ്റ്ററിലെ മെത്രാനായി നിയമിക്കുകയും ചെയ്തു. വൈദിക ബ്രഹ്മചര്യം നിർബന്ധമാക്കിക്കൊണ്ട് മാർപ്പാപ്പ പുറപ്പെടുവിച്ചിരുന്ന കൽപ്പന ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കുന്നതിന് വിഞ്ചസ്റ്ററിലെ മെത്രാൻ വിശുദ്ധ എഥൽവാൾഡിനോടൊപ്പം ഓസ്വാൾഡ് നിയുക്തനായി. ബ്രഹ്മചര്യം പാലിക്കാൻ തയ്യാറല്ലാത്തവർ വൈദിക വൃത്തി വിട്ടുപോവുകയാണ് വേണ്ടത് എന്നുകൂടി പ്രസ്തുത കൽപ്പന അനുശാസിച്ചിരുന്നു. ഓസ്വാൾഡ് തന്റെ രൂപതയിലുടനീളം പര്യടനം നടത്തി പ്രസംഗങ്ങൾ വഴിയായി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ഓസ്വാൾഡ് ദിവസം തോറും ദരിദ്രരായ 12 ആളുകളുടെ പാദം കഴുകി ചുംബിക്കുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക പതിവായിരുന്നു. 992 ഫെബ്രുവരി 29 ഏറ്റവും ഒടുവിലത്തെ ആളിന്റെ പാദം കഴുകി ചുംബിച്ചതിനു ശേഷം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലി ആ ക്ഷണത്തിൽ സമാധാനപൂർവ്വം മരണം പ്രാപിക്കുകയും ചെയ്തു.